സ്റ്റുഡൻസ് എന്നെ കള്ളൻ എന്ന് പറഞ്ഞു, ലൈക്ക് ബ്ലണ്ടർ, ഞാൻ പഠിപ്പിക്കുന്നത് ബ്ലണ്ടർ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് വാസ് ഷോക്കിംഗ്. റീസെൻ്റ്ലി ഞാൻ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാത്സ് അല്ലെങ്കിൽ ബോർഡ് മാസിൻ്റെ റൂളിൻ്റെ ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് നിങ്ങൾ അഥവാ ഒരു ഓപ്പറേഷൻ ചെയ്യണം, ഒരു സെയിം പ്രയോറിറ്റി ലെവലിലുള്ള ഓപ്പറേഷൻ ആണ്, ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ എന്നിട്ട് ഡിവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റ് ആസ് എ റൂൾ നമ്മൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറയുന്ന ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു റൂളേ ഇല്ല, ഈ ലോകത്ത് അങ്ങനത്തെ റൂളില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ബ്ലണ്ടറാണ്, ഞാൻ പഠിപ്പിക്കുന്നത് ബ്ലണ്ടറാണ്, ഐ എം ലൈങ് ടു ദ സ്റ്റുഡൻറ്റ്, ചുമ്മാ വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ പറഞ്ഞു. ഓക്കെ ഫൈൻ, അങ്ങനെയൊക്കെ അലിഗേഷൻസ് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വിഷയമല്ല, അലിഗേഷൻസ് ഒരുപാട് വരും. ബട്ട് ദ പ്രോബ്ലം ഈസ് സ്റ്റുഡൻസിന് അത് അറിഞ്ഞൂടാ എന്നുള്ള കാര്യം നമുക്ക് റിയലൈസ് ആയിട്ടുണ്ട്. ദറ്റ് ഈസ് ഇങ്ങനെ ഒരു റൂൾ ഉണ്ടെന്നുള്ള കാര്യം ആരും പഠിപ്പിക്കണില്ല. ദറ്റ് ഈസ് ദ റിയൽ ഫാക്ട്. അപ്പോൾ ഒരു കമൻറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ ചിന്തിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഗൂഗിളിൽ നിന്നുള്ള ഫാക്ട്സ് വേണ്ട, ഗൂഗിളിലുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണ്ട. ബട്ട് ഐ വോണ്ട് ഡീറ്റെയിൽ ഫ്രം വെയർ, ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് മാത്തമെറ്റീഷ്യൻ പറഞ്ഞ കാര്യമോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഫാക്ട്സ് വേണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്, ടു പ്രൂവ് മൈ പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പം തരാൻ പോണത് എല്ലാം യൂണിവേഴ്സിറ്റീസും റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻസിൻ്റെ ഡേറ്റ ആണ്. എന്നിട്ട് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബുക്ക് വിച്ച് ക്യാൻ ബി ലൈക്ക് കോർ എന്ന് പറയാം നമുക്ക്, അങ്ങനത്തെ ഒരു ബുക്കും കൂടെ നിങ്ങൾക്ക് റെഫർ പറയാണ്. നിങ്ങൾ വായിക്കണമെന്നില്ല, ഗൂഗിളിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ ബുക്ക്. അതിൻ്റെ പേജ് നമ്പർ എല്ലാം ഞാൻ പറഞ്ഞുതരാം എവിടെ കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ ഒരു വെബ്സൈറ്റ്, ദാറ്റ് ഈസ് people.math.harvard.edu. ഓക്കെ, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ ഒരു വെബ്സൈറ്റിലുള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ ഞാൻ ഇത് മോർഫൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് സോ ദാറ്റ് നിങ്ങൾ ഇനി പറയരുത് ഇത് വേറെ ഒരു വീഡിയോയുടെ മുകളിൽ എഡിറ്റ് ചെയ്തിട്ടാണെന്നുള്ളതൊന്നുമില്ല. ഇത് ലൈവ് വീഡിയോ ആണ്, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റീലോഡ് ചെയ്ത് കാണിച്ചു തരാം, സോ ദാറ്റ് യു ഡോണ്ട് think that it is wrong or something. Okay, wait a second. Okay, ഈ പേജ് വന്നിട്ടുണ്ട് റീലോഡ് ചെയ്തിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിലിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മളെ ഒരു ബുക്കുണ്ട് വെബ്സ്റ്റർ വെൽസിൻ്റെ, ഇത് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ബുക്കാണെന്ന് നമ്മളെ 1917, ഞാൻ അതും കാണിച്ചു തരാൻ ഡീറ്റെയിൽ. എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്, ഒരു ചെറിയൊരു പോർഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ അബൌട്ട് ദ ഓൺ പേജ് നമ്പർ 18. നിങ്ങൾക്ക് അതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ പേജ് നമ്പർ 18 നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഫണ്ടമെന്റൽ ഓപ്പറേഷൻ ആർ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, ഫണ്ടമെന്റൽ ഓപ്പറേഷൻ, ബോർഡ് മാസിന്റെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻ ഇതാണ്. അടുത്ത് ഇൻഡിക്കേറ്റഡ് ഓപ്പറേഷൻസ് ആർ ടു ബി പെർഫോംഡ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഓക്കെ, ഫോളോയിങ് ഓർഡറിലാണ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. 1 second. ഓക്കെ, അവർ പറഞ്ഞേക്കുന്ന ഓർഡർ എന്താണ്? ഫസ്റ്റ് ഓൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇൻ ദ ഓർഡർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. Left to right. Okay, then all addition and subtraction from left to right. Okay, left to right എന്നുള്ള കോൺസെപ്റ്റ് അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ അത് എടുത്ത് പറഞ്ഞത്. ഇഫ് ദർ ഈസ് എ സെയിം പ്രയോറിറ്റി ഉള്ള ഏതെങ്കിലും ഓപ്പറേഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലെങ്കിൽ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, അങ്ങനെ വരികയാണെങ്കിൽ സെയിം പ്രയോറിറ്റി ലെവലിലുള്ളതാണെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് തൊട്ട് റൈറ്റ് എന്ന് ഓപ്പറേഷൻ ചെയ്യും. അതിൻ്റെ അർത്ഥം എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, 15, സോറി നമുക്ക് കളർ മാറ്റാം, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ശരി, 15 into 16 divided by 4 into 9. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഇതെന്താണ്, ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയും. ബോർഡ് മാസിന്റെ റൂൾ അനുസരിച്ച് ഡിവിഷൻ ആയിരിക്കും ആദ്യം വരേണ്ടത്. ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് മാത്രമേ ചെയ്യുള്ളൂ, കാരണം അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഉണ്ട് നമ്മളിൽ. ഓക്കെ, ഞാൻ ഇതൊരു എക്സാമ്പിൾ തന്നു, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രാക്ഷൻസിൽ വരും, അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. സോ ഇതാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, നമ്മളെ ഈ എന്താണ് പറയണത്, ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ പീപ്പിൾസ് ഫോറമിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വിശ്വസിക്കണമെന്നില്ല. ഈ ഒരു ബുക്ക് ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ബുക്ക് ഏതാണ് എന്താണെന്നുള്ളത്. ഓക്കെ, ഈ ലിങ്ക് ആണ് അവർ തന്നിട്ടുള്ളത് ഈ ബുക്കിന് വേണ്ടിയുള്ളത്. നമുക്ക് ക്ലിക്ക് ചെയ്യാം ഈ ലിങ്കിൽ. സോ ഓക്കെ, 1 second, ക്ലിയർ. ഈ ബുക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് ഇതാ ഇവിടെ ഓപ്പൺ ആയി ലിങ്ക്. ആ ലിങ്കിൽ പോവുകയാണെങ്കിൽ ആ ബുക്ക് തന്നെയാണ്, വെബ്സ്റ്റർ വെൽസിന്റെ ആണ്, വാൾട്ടർ വിൽസൺ. ഞാൻ ഇത് സൂം ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഓക്കെ, വെബ്സ്റ്റർ വെൽസ്, വാൾട്ടർ വിൽസൺ ഹാർട്ടിന്റെ ആണ്. ഇത് 1912 അൽജബ്ര എന്നുള്ള ബുക്കാണ്, 327 പേജ് ഉള്ളത്. അപ്പോൾ ഇതിലെ കണ്ടന്റ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമാണ് പാരന്തിസിസ്, ഇതൊക്കെയാണ് ബോർഡ് മാസിന്റെ റൂൾസിന്റെ ബേസ് ആണ് ഇത് വരണത്. ഓക്കെ, പഴയ ബുക്കാണ് ഒരുപാട്. അപ്പോൾ ഇതിലുള്ള കാര്യം പറയാണ്, ഫസ്റ്റ് ഇയർ അൽജബ്രയാണ്. ഓക്കെ, എന്നിട്ട് അത് വെബ്സ്റ്റർ വെൽസ്, വാൾട്ടർ വിൽസൺ ഹാർട്ടാണ് എഴുതിയത്. പിന്നെ പബ്ലിഷർ ആയിരുന്നു DC ഹീത്ത്. എപ്പോഴാണ്, 1912. ഓക്കെ, ഒറിജിനൽ എവിടെ നിന്നാണ്, ഹാർവർഡ് യൂണിവേഴ്സിറ്റി. എന്നിട്ട് അത് ഡിജിറ്റൈസ് ചെയ്തത് എന്താണ്, 26 February
2007. എന്നിട്ട് പേജിന്റെ ലെങ്ത് 327 പേജ്. അപ്പോൾ അതാണ് ഈ ഒരു ഫസ്റ്റ് എൻ്റെ എവിഡൻസ്. ഫസ്റ്റ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി, കാരണം നിങ്ങൾ തെറ്റ് പഠിക്കരുത്, കാരണം എക്സാമിന് പോയി തെറ്റിക്കും നിങ്ങൾ. അടുത്ത് ഇത് തന്നെയാണ് പേജ്. ഓക്കെ, അടുത്തത് ഇത് മാസി യൂണിവേഴ്സിറ്റി ആണ്. ഇത് നമ്മളെ ന്യൂസിലൻഡിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അവരെ യൂണിവേഴ്സിറ്റിയിൽ ആ പേജിൽ നോക്കിയാൽ തന്നെ ഈ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ടാവും. എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഓക്കെ, if an exploration involves 2 or more operations at the same level of priority, ഇതാണ് ഞാൻ പറയുന്നത്. സെയിം ലെവൽ ഓഫ് പ്രയോറിറ്റിയിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ those operations are done from left to right. ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇതെങ്കിലും വിശ്വസിക്കുക. ഓക്കെ, എന്തായാലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഈസ് മോർ ഒത്തന്റിക്കേറ്റ് ദാൻ എനി അതർ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, അത് നിങ്ങൾക്കും അറിയായിരിക്കും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇത് വേറെ ഒരു വെബ്സൈറ്റോ ഒന്നും കോട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് വിശ്വാസം വരില്ല. അവർ പറയും ഗൂഗിളിൽ നിന്ന് എടുത്ത് എഴുതിയ സാധനമാണ്, അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന്. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണ്ട, ബട്ട് യു ക്യാൻ അറ്റ്ലീസ്റ്റ് ട്രസ്റ്റ് ദ യൂണിവേഴ്സിറ്റീസ് വേർ റിസർച്ചേഴ്സ്, മാത്തമാറ്റീഷ്യൻസ് ഒരു ഫോം അല്ലെങ്കിൽ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ള റൂള് എസ്റ്റാബ്ലിഷ് ആയിട്ട് 1912 എന്നിട്ട് ഇപ്പം ഡിജിറ്റൈസ് ആയത് 2007. സോ വെരി മച്ച് ഐ ഹാവ് പ്രൂവ്ഡ് യു ദാറ്റ് വാട്ട് ഐ ടോട്ട് യു. ഞാൻ അവിടെ പറഞ്ഞ കാര്യം എന്തായാലും 100% അക്യൂറേറ്റ് ആണ്. അപ്പോൾ നിങ്ങളും അത് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് ബോർഡ് മാസ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഇത് തന്നെയാണ് ബോർഡ് മാസ്, ഇതിൽ ഇനി വേറെ ഒന്നും വരാൻ സാധ്യതയില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം മാത്തമാറ്റിക്സ് ഈസ് എ വാസ്റ്റ് സബ്ജക്ട്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യമുണ്ട്. നിങ്ങളെ ഫാക്കൽറ്റീസും ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരുന്നിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയവരായിരിക്കും. അവർ ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതും എനിക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ എം ഓൾ നോയിങ് എവറിത്തിങ്. ഓക്കെ, ബട്ട് ഐ വിൽ സേ അറിയാന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത് ഇൻഫർമേഷൻ. സോ അറ്റ്ലീസ്റ്റ് ട്രസ്റ്റ് ദോസ് എലമെന്റ്സ്. ഓക്കെ, എന്നിട്ട് പിന്നെ ബ്ലണ്ടർ എന്നൊക്കെ ഉള്ള ഒരു ഹാർഷ് വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് വുഡ് ബി വെരി ബെറ്റർ. ഐ ഹാവ് നോ ഹാർഡ് ഫീലിംഗ്സ് ഫോർ എനി വൺ ഹു ഹാഡ് കമന്റഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ ആയിരുന്നായിരിക്കാം. ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. അവർ ചിലപ്പം പറയാൻ വിട്ടുപോയി കാണും. ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് വെരി മച്ച് ഓക്കെ. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ചോദിക്കാം, ദാറ്റ് ഇങ്ങനെ വന്നൂടെ അങ്ങനെ വന്നൂടെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ബട്ട് യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അല്ലേ, ഡയറക്ട്ലി മുഖത്ത് നോക്കി നിങ്ങൾ പറയാണ് എന്താണ്, നിങ്ങൾ കമന്റ് ചെയ്ത് പറയാണ് നിങ്ങൾ കള്ളം പറയാണ്. വെൻ യു ഓൾസോ ആർ നോട്ട് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് എ ലൈ ഓർ നോട്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ട് അത് ശരിയാണ് എന്നാൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ബട്ട് യു ജസ്റ്റ് ബിലീവ് ദാറ്റ് അത് ശരിയാണ് എന്ന് ബിലീവ് ചെയ്ത് കമന്റ് ചെയ്യണത് വളരെ തെറ്റാണ്. ആ പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.